1, 2, 3, 4, 5, 6, 7, 8 ഈ 8 സെക്കൻഡിൽ ഒരാൾ ഡയബറ്റിക് വന്ന് ലോകത്തിൽ മരിക്കുന്നുണ്ട്. അതിൽ കൂടുതലാണ്. ഇൻ എവറി 8 സെക്കൻഡ്സ്. അപ്പോൾ ഈ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് നമ്മളൊരു എക്സാമ്പിളായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള രീതിയിൽ ഡയബറ്റിക്കിനെ എടുത്താൽ 100% നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നൊരു ഡിസീസാണ് ഡയബറ്റിക്. ഓക്കെ, നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മേ ബി നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത് വരുമ്പോൾ നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. ഡയബറ്റിക്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് ടൈപ്പ് 1, ടൈപ്പ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ നമുക്ക് 90% ഡയബറ്റിക്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ കുറച്ച് ഡയബറ്റിക് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ പറ്റുന്നു. ഈ കോവിഡിനോട് കാണിച്ച 10-1 മര്യാദ ലൈഫ് സ്റ്റൈൽ ഡിസീസിനോട് കാണിച്ചാൽ നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ ഹെൽത്തിൻ്റെ 1000 ഇരട്ടി സോഷ്യൽ ഹെൽത്ത് ഇവിടെ ഉണ്ടാവും. ഓരോ മനുഷ്യൻ്റെയും ഹെൽത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് എങ്ങനെ ചെയ്യാം? നാച്ചുറോപ്പതി ഈസ് ബേസിക്കലി നമ്മൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നുള്ളത്. നാച്ചുറോപ്പതി ഒരു പ്രത്യേക മരുന്നിൻ്റെ പുറകെ പോകുന്ന ഒരു ശാസ്ത്രമല്ല. നാച്ചുറോപ്പതിയിൽ പ്രത്യേകമായ മരുന്നുകളില്ല. നാച്ചുറോപ്പതിയിൽ മരുന്നുകളില്ല. ഈ നാച്ചുറോപ്പതിയിലെ ഡോക്ടേഴ്സ് ആകെ ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. അതല്ലാതെ ആയുർവേദം പോലെ, മോഡേൺ മെഡിസിൻ പോലെ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി മെഡിസിൻ എന്നൊരു സംവിധാനമില്ല. നാച്ചുറോപ്പതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നു എന്നുള്ളതല്ല. അതൊരു മരുന്ന് നാച്ചുറോപ്പതിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡ്രഗ്ലെസ് തെറാപ്പിയാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. ഡ്രഗ്ലെസ് തെറാപ്പിയാണ്. ഇറ്റ്സ് മോർ ഓഫ് എ ടീച്ചിങ് ബേസിക്കലി. അത് നമ്മൾ പഠിപ്പിക്കുകയാണ്. നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ. അതെ, ഇപ്പോൾ വെയിറ്റ് കുറയാൻ വേണ്ടി വരുന്ന ഒരാളുണ്ട്. വെയിറ്റ് വെറുതെ കുറയ്ക്കാൻ 1000 ടെക്നിക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, ഇല്ലേ? എന്തൊക്കെ ഫാസ്റ്റിംഗ് ഉണ്ട്, എന്തൊക്കെ പൊടികളുണ്ട്, എന്തൊക്കെ പൗഡറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റ് കുറയേണ്ടത് നിങ്ങളെ പഠിപ്പിച്ചാലാണ് കാര്യങ്ങൾ എളുപ്പമാകുന്നത്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു പൊടി തന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയുമ്പോൾ നിങ്ങളത് അറിയുന്നില്ലല്ലോ. നേരെ മറിച്ച് ഹൗ ടു ടീച്ച് യു, എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നാച്ചുറോപ്പതി ഡോക്ടർ എന്നുള്ളത് ശരിയാണ് മെഡിക്കൽ ബോർഡ് രജിസ്റ്റർ ചെയ്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും ഈ പ്രിഫിക്സ് ഡോക്ടർ എന്നുള്ള പ്രിഫിക്സിന് മുമ്പ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ ജോലി ടീച്ചർ ആവുക എന്നുള്ളതാണ്, ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഹൗ ടു ലീവ് ഹെൽത്തി, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സിസ്റ്റമാണ് നാച്ചുറോപ്പതി എന്നുള്ളത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് മോഡിഫൈ ചെയ്യാം എന്ന് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് നാച്ചുറോപ്പതി. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ പേരെന്താ? BNYS. അത് MBBS BAMS എന്നൊക്കെ പറയുന്ന പോലെ MBBS BAMS BSMS BHMS എന്നൊക്കെ പറയുന്ന പോലെ BNYS, ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്ന ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം. ഹോമിയോ മരുന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് ഹോമിയോ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഹോമിയോ ക്ലിനിക്കുകളുണ്ട്. ആയുർവേദ മരുന്നുകൾ, ആയുർവേദ ഡോക്ടേഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലിനിക്കുകളുണ്ട്, ആയുർവേദ ആശുപത്രിയുണ്ട്, സർക്കാരിൻ്റെ ആയുർവേദ ആശുപത്രിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാച്ചുറോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ സംവിധാനവും നാച്ചുറോപ്പതിക്കും ഉണ്ട്. നാച്ചുറോപ്പതിക്ക് വർക്കലയിൽ ഗവൺമെൻറ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്, വർക്കല ക്ലിഫ്. അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയൊക്കെ ജില്ലാ ആശുപത്രിയിൽ നാച്ചുറോപ്പതിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ സർക്കാർ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് മെഡിക്കൽ ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാച്ചുറോപ്പതിക്കുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കേരളത്തിൽ 8 വെൽനസ് ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. എന്നെപ്പോലെ നമ്മളുടെ കൂടെ പഠിച്ച ഡോക്ടേഴ്സ് 100 കണക്കിന് ക്ലിനിക്കുകൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. IP കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റൽ എനിക്കൊന്ന് എല്ലാ ജില്ലയിലും ഒരു 10-15 എണ്ണം വെച്ചൊക്കെ മിനിമം നാച്ചുറോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്.